എല്ലാവർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പലരും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾ കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, UPSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾ ഈ ഓരോ മത്സര പരീക്ഷകൾ തിരഞ്ഞെടുത്തതിനും നിങ്ങളുടെ പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കും അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത് എന്തുകൊണ്ട് RRB എന്നുള്ളതാണ്. RRB അഥവാ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകൾ നിങ്ങൾ എന്തുകൊണ്ട് എക്സാംസ് എഴുതണം, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് സ്മാർട്ടായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നത് എന്നുള്ളത് ഒരു വീഡിയോയിലൂടെ നിങ്ങളടുത്ത് പറഞ്ഞു തരാം. വിത്ത് ഫാക്റ്റ് നിങ്ങളടുത്ത് പറഞ്ഞു തരാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഈ പറഞ്ഞ പോലെ അതിനകത്ത് കുറച്ച് ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ RRB നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്ന അവസരങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ യോഗ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെ പരീക്ഷകൾ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്, തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. പലർക്കും തീരുമാനങ്ങളിലെത്താനാണ് മടി അല്ലേ? ഒരേ സമയം പല എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. കേരള PSC ഡിഗ്രി ലെവൽ എക്സാംസ് കഴിയുന്നു അല്ലേ? അതിൻ്റെ മെയിൻസ് പരീക്ഷ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞു. ഇനി എന്ത് തീരുമാനം, അത് കടക്കുമോ ഇല്ലയോ, കട്ട് ഓഫ് കയറുമോ ഇല്ലയോ, അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. SSCയുടെ CGL കഴിഞ്ഞിരിക്കുന്നവരുണ്ടായിരിക്കാം, UPSCയുടെ പ്രിലിംസും കഴിഞ്ഞിരിക്കുന്നവരുണ്ടായിരിക്കാം, ബാങ്ക് എക്സാംസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തും ആയിക്കോട്ടെ, ആ എല്ലാ യോഗ്യതകളും അല്ലെങ്കിൽ ഏത് യോഗ്യതകൾക്കും പറ്റിയതായിട്ടുള്ള എക്സാംസ് RRB എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2024 മുതൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനി മുതൽ RRB വർഷാവർഷം പരീക്ഷകൾ നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. വർഷാവർഷം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ വർഷവും ഈ പറഞ്ഞ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നു. 2024 8 നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. RPFൻ്റെ SIയും RPFൻ്റെ കോൺസ്റ്റബിളും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 10 നോട്ടിഫിക്കേഷനാണ് RRB 2024 എന്തിട്ടുള്ളത്, പുറത്തുവിട്ടിട്ടുള്ളത്. 2025 2024 റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പലതും ഓൺഗോയിങ് ആണ്. 2025 ഇപ്പോൾ പുതിയതായിട്ട് വന്നുള്ള നോട്ടിഫിക്കേഷൻ എന്താണ്, ഇനി എന്തൊക്കെ നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ ഏതൊക്കെ പോസ്റ്റ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നിങ്ങൾ കുറച്ച് പേരെങ്കിലും NTPC എക്സാമും അതുപോലെ തന്നെ സെക്ഷൻ കൺട്രോളർ എക്സാമിനെ പറ്റിയൊക്കെ കേട്ട് കാണിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ചാനലിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ടീമിൻ്റെ ഭാഗമാവുന്നതാണ്. അപ്പോൾ NTPC ലോങ് ടേം ബാച്ച് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. 500 ദിവസത്തെ വാലിഡിറ്റിയിലുള്ള ഒരു ബാച്ചാണ് NTPC ലോങ് ടേം ബാച്ച് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2026 2025 നോട്ടിഫിക്കേഷൻ ഇട്ട് 2026 എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്ന പരീക്ഷയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ബാച്ചാണിത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ GK ക്ലാസ്സുകൾ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് കയറി നോക്കാവുന്നതാണ്. നമ്മുടെ ഹിസ്റ്ററിയുടെയും പൊളിറ്റിയുടെയും ജോഗ്രഫിയുടെയും എക്കണോമിക്സിൻ്റെയും സ്ട്രാറ്റജിയുടെയും കറണ്ട് അഫയേഴ്സിൻ്റെയൊക്കെ ക്ലാസ്സുകൾ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് അല്ലേ? അപ്പോൾ GKക്ക് മാത്രമായിട്ട് ബാച്ച് വേണമെന്ന് നിങ്ങൾ തന്നെ കുറച്ച് പേര് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു GK മാസ്റ്റർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷനും ഓപ്പൺ ആണ്. 500 ദിവസത്തെ വാലിഡിറ്റിയാണ് ഈ കോഴ്സിനുമുള്ളത്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെയും ഭാഗമാകാവുന്നതാണ്. സെക്ഷൻ കൺട്രോളർ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സോ, OBC-കാരാണെന്നുണ്ടെങ്കിൽ അപ്പർ ഏജ് എന്ന് പറയുന്നത് 36 വയസ്സും, SC/ST-കാരാണെന്നുണ്ടെങ്കിൽ അപ്പർ ഏജ് എന്ന് പറയുന്നത് 38 വയസ്സുമാണ്. ഈ പ്രായപരിധിയിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സിലബസ് വളരെ ചെറുതാണ്. നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും മാത്രമാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് ഇപ്പോഴും ലൈവാണ്. ഒക്ടോബർ 14 വരെ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. എക്സാമിനെ പറ്റി അറിയാത്തവർ ഇതിൻ്റെ വീഡിയോസ് കണ്ട് മനസ്സിലാക്കി, നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇതിൻ്റെ കോഴ്സും നമ്മുടെ നിലവിൽ ആക്റ്റീവാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള കോഴ്സുകളാണ് ഈ കാണുന്ന 5 എണ്ണം. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള RRB ജൂനിയർ എഞ്ചിനീയർ മിഷൻ ബാച്ച്. നമുക്കറിയാവുന്നതാണ് 2024 ജൂനിയർ എഞ്ചിനീയറിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് സ്കോർ അക്കാഡമിക്ക് 10-ൽ കൂടുതൽ കുട്ടികൾ ചെന്നൈ RRBയിൽ നിന്നും മാത്രം, അതും ഇലക്ട്രോണിക്സ് ട്രേഡുകളിൽ നിന്നും മാത്രം നമുക്ക് 10-ൽ കൂടുതൽ കുട്ടികളുടെ റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനോടനുബന്ധിച്ച് തന്നെ പുതിയ 5 ബാച്ചുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ബാച്ച് ഉണ്ട്. അതായത് ഇവിടെ നോൺ ടെക്കും ടെക്കും ഉണ്ടായിരിക്കും. കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക് ബാച്ച് ഉണ്ട്. ഇവിടെ
നോൺ ടെക്കും ടെക്കും ഉണ്ടായിരിക്കും, ഇലക്ട്രോണിക്സ് ആയിരിക്കും ടെക്നിക്കലിൽ വരുന്നുണ്ടാവുക. ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ബാച്ച് ഉണ്ട്, ടെക്നിക്കൽ ഇലക്ട്രോണിക്സ് ബാച്ച് ഉണ്ട്. നോൺ ടെക് മാത്രം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നോൺ ടെക്നിക്കൽ ബാച്ചസും ഉണ്ട്. ഇപ്പോൾ സിവിലുകാരോ മെക്കാനിക്കലുകാരോ കമ്പ്യൂട്ടർ സയൻസുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ച് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ നോൺ ടെക് സ്ട്രോങ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ബാച്ചുകൾ നമുക്ക് നിലവിൽ ലൈവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതിലേത് ബാച്ചിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഈ കാണുന്ന എക്സാംസ് നോക്കുക. നിങ്ങൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ആളാണ്, ഈ വീഡിയോ കാണുന്ന ഒരു കുട്ടി 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. RRB ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. RPF കോൺസ്റ്റബിൾ എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നതാണ്. ദി ഓൺലി തിങ്, RPF കോൺസ്റ്റബിളിൻ്റെ പ്രായപരിധി 25 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത +2 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ഗ്രൂപ്പ് ഡി ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ഞാൻ 2025 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ പ്രായപരിധിയാണ് പറയുന്നത്. നിലവിൽ റണ്ണിങ്ങിലുള്ള നോട്ടിഫിക്കേഷൻ്റെ പ്രായപരിധിയല്ല. നിലവിലുള്ള നോട്ടിഫിക്കേഷനിലെ ഏജിൽ മാറ്റമുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കൊറോണ കാരണം 2024 വന്നിട്ടുള്ള ഏറ്റവും ആദ്യത്തെ എല്ലാ നോട്ടിഫിക്കേഷനിലും 3 വർഷം അധികം ഇളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ അത് കിട്ടില്ല. ഓക്കെ, +2 യോഗ്യതയുള്ള കുട്ടികൾക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാം, ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാം, RPF കോൺസ്റ്റബിൾ എക്സാം അപ്ലൈ ചെയ്യാം. 10th ശേഷം ITI എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം അപ്ലൈ ചെയ്യാം, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്യാം, RPF കോൺസ്റ്റബിൾ എക്സാം അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ITIക്ക് മുന്നേ നിങ്ങൾ +2 എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാം കൂടെ അപ്ലൈ ചെയ്യാം? NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പം 3 യോഗ്യതകൾ, ആ 3 യോഗ്യതകളിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷകൾ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണും. അതിൻ്റെ പ്രായപരിധി നിങ്ങൾക്ക് വ്യക്തമായി കാണും. ഓക്കെ, ഇതിൽ ഞാൻ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ വർഷം വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഡിപ്ലോമയുള്ള കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാം, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്യാം, ജൂനിയർ എഞ്ചിനീയർ എക്സാം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാം അപ്ലൈ ചെയ്യാം, ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, RPF കോൺസ്റ്റബിൾ എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൈവശം ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാം, NTPC ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാം, RPFൻ്റെ SI എക്സാമും കോൺസ്റ്റബിൾ എക്സാമും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രായപരിധി മാത്രമാണ് അവിടെ നോക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ BTech ഉള്ളവരാണെങ്കിൽ RRBയിൽ BTechകാരുടെ അവസരം എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു അന്ധവും കുന്തവും ഇല്ലാതെ കിടക്കുകയാണ്. അത്രയും എക്സാംസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ BTech ആണെങ്കിൽ ഗ്രൂപ്പ് ഡി, ALP, ജൂനിയർ എഞ്ചിനീയർ, ടെക്നീഷ്യൻ ഗ്രേഡ് 1, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, NTPC ഗ്രാജുവേറ്റ്, RPF SI ആൻഡ് കോൺസ്റ്റബിൾ, ഇത്രയും എക്സാംസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിൻ്റെയും ചില പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് ചില പോസ്റ്റുകൾ മാത്രമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ RRB കണ്ടക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ എക്സാംസും ഡിഗ്രിയോ BTechോ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും എക്സാംസ്, ഇതെല്ലാം വ്യത്യസ്ത പരീക്ഷകളാണ്. ഇതിൽ പലതിലും, ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ഡി ആണെന്നുണ്ടെങ്കിലോ ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണെങ്കിലോ NTPC അണ്ടർ ഗ്രാജുവേറ്റ്, NTPC ഗ്രാജുവേറ്റ് എക്സാം ആണെന്നുണ്ടെങ്കിലോ ആ ഒറ്റ പരീക്ഷയിൽ തന്നെ മൾട്ടിപ്പിൾ പോസ്റ്റുകളാണ്. ഒറ്റ പോസ്റ്റിലേക്കല്ല നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. നിങ്ങളുടെ സാധ്യത ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും നോട്ടിഫിക്കേഷൻസ് വരുന്നു. അപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷ കടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ നിങ്ങൾക്ക് എഴുതാം. ചിലപ്പോൾ ആ എഴുതുന്ന പരീക്ഷ, ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിൽ കഴിഞ്ഞ വർഷം ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് 32 തസ്തികകളിലേക്ക് 32 പോസ്റ്റിലേക്കായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. അതിലിപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ ട്രേഡുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15-ൽ പരം പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ടയർ പരീക്ഷ എഴുതുമ്പോൾ ഈ 15 പോസ്റ്റുകളിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ടയറിലേക്ക് കടക്കാനോ ജോലി നേടാനുള്ള സാധ്യതയുണ്ട്. സാധ്യതകൾ അനവധിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ അവസരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2024 RRB ഇയർലി എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. 2024 ഒരു കലണ്ടർ പുറത്തുവിട്ടു. കലണ്ടർ പ്രകാരം RRB എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ എക്സാംസിൻ്റെ സ്റ്റാറ്റസ് നിലവിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 1, 2, 3, 4, 5, 6, 7, 8, 9 പരീക്ഷകളോളം RRB എക്സാം എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലില്ലാത്ത പരീക്ഷ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ പാരാമെഡിക്കലും അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. മറ്റൊന്നും കൊണ്ടല്ല, അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റഡ് കുട്ടികൾ മാത്രം എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ടാണ്. ഇതാണ് പൊതുവിൽ കോമൺ ഓഡിയൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷ. ഈ ഓരോ പരീക്ഷകളുടെയും അപ്ലിക്കേഷൻ ഡേറ്റ് എന്നായിരുന്നു എന്നും
ഒന്നാമത്തെ ടയർ എന്ന് കണ്ടക്ട് ചെയ്തു എന്നുള്ളതും, രണ്ടാമത്തെ ടയർ ഉണ്ടെങ്കിൽ അത് എന്ന് കണ്ടക്ട് ചെയ്തു എന്നുള്ളതും, മൂന്നാമത്തെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇപ്പോൾ RPF-നുള്ളത്, CBAT ആണ് സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള പരീക്ഷകൾക്കും ALPക്കുള്ളത്, ടൈപ്പിംഗ് ടെസ്റ്റുള്ള പരീക്ഷകളുണ്ട്. അപ്പോൾ അതാണ് അതേഴ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം മെഡിക്കൽ എന്നായിരുന്നു, DV എന്നായിരുന്നു, ഫൈനൽ റിസൾട്ട് ഏകദേശം എന്നാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിലെ പച്ച കളറിൽ കത്തി കിടക്കുന്നതാണ് ഫൈനൽ റിസൾട്ട്, കഴിഞ്ഞ 2024 എക്സാംസിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ള പരീക്ഷകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എക്സാംസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പം എല്ലാ പരീക്ഷകളുടെയും നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാ പരീക്ഷകളുടെയും ഫസ്റ്റ് ടയറിൻ്റെ ഡേറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി കണ്ടക്ട് ചെയ്യാൻ ബാക്കിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് നവംബർ 2025 കിടക്കുന്ന ഈ ഗ്രൂപ്പ് ഡി എക്സാം മാത്രമാണ്. ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കേസ് കോർട്ടിൽ ആയതുകൊണ്ടാണ് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കേസ് കോടതിയിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ആ എക്സാമിൻ്റെ ഡേറ്റിനകത്തൊരു ക്ലാരിറ്റി വരാത്തത്. ബാക്കി എല്ലാ പരീക്ഷകളുടെയും ടയർ 1 എക്സാമിൻ്റെ ഡേറ്റ് നമ്മുടെ കൈവശം കൃത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ 2 എക്സാമിൻ്റെ ഡേറ്റും ഏറെക്കുറെ നമ്മുടെ കൈവശമുണ്ട്. പലതിൻ്റെയും ടയർ 2 എക്സാം കഴിഞ്ഞതാണ്, പലതിൻ്റെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞാണ്, പലതിൻ്റെയും മെഡിക്കൽ ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാണ്, ഫൈനൽ റിസൾട്ട് പലതിൻ്റെയും വന്നു കഴിഞ്ഞാണ്. അപ്പോൾ ഈ 9 ലിസ്റ്റിൽ 4 ഓൾറെഡി ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഓൺ ഗോയിങ് ആണ്. വരാനിരിക്കുന്ന NTPC CBT 2 ഒക്ടോബർ 13 ഈ വരുന്ന തിങ്കളാഴ്ച നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് RRB എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന 2024 എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് RRBയുടെയും ഏറ്റവും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും എക്സാംസിനെ നോട്ടിഫിക്കേഷൻ ഇട്ട് വ്യക്തമായിട്ടുള്ളൊരു ടൈം ലൈനിൽ മീറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും എക്സാംസ് അവർ നടത്തിക്കഴിഞ്ഞു. നമുക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ ബാക്കി ഏത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എടുത്ത് നോക്കുകയാണെന്നെങ്കിലും RRB ഒട്ടും മോശമല്ല കണ്ടക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവർ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുള്ള എല്ലാ പരീക്ഷകളും തന്നെ അവർ നടത്തിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേസിൽ പെട്ട് കിടക്കുന്ന ചില എക്സാംസ് ഒഴിച്ച്. അതിലാകെ ഇപ്പം മെയിനായിട്ട് വരുന്നത് ഗ്രൂപ്പ് ഡി എക്സാം മാത്രമാണ്. ഓക്കെ, 2024 ഇത്തരത്തിലൊരു അവസരം ഉണ്ടായിരുന്നു. മാത്രമല്ല 2024 അധികമായിട്ടൊരു 3 വർഷം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുമായിരുന്നു. 2024 പരീക്ഷകൾ ഗ്രൂപ്പ് ഡി എക്സാം നവംബർ മാസം കണ്ടക്ട് ചെയ്യുന്നതോടുകൂടി 2024 നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുള്ള എല്ലാ പരീക്ഷകളും തീരുകയാണ്. 2025 അവസ്ഥ എന്താ? 2025 വരുമ്പോൾ, അപ്പോൾ 24 ഇത്രയും നോട്ടിഫിക്കേഷൻ ഇട്ട് ഇത്രയും ഒഴിവുകളിലേക്കായിട്ട് പരീക്ഷകൾ നടത്തുമ്പോൾ 2025 എങ്ങനെയാണ്? ഒഴിവുകൾ ഉണ്ടായിരിക്കുമോ? എക്സാംസ് കണ്ടക്ട് ചെയ്യുമോ? നോട്ടിഫിക്കേഷൻസ് ഇനിയും വരുമോ? നോട്ടിഫിക്കേഷൻസ് എത്രത്തോളമായി തുടങ്ങിയ ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. 2025 സ്റ്റാറ്റസ് നമുക്കൊന്ന് നോക്കാം. 2025 സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാം 2025 എക്സാം, അതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം മുതൽ മെയ് മാസം വരെയായിരുന്നു. അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്തു. അതായത് ഓൾറെഡി 2024 അപ്ലിക്കേഷൻ ലിങ്ക് കഴിഞ്ഞ് എക്സാം കണ്ടക്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അവൈറ്റിംഗ് ആണ്. 2025 നോട്ടിഫിക്കേഷൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റും കഴിഞ്ഞു. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ വിൻഡോ ക്ലോസ് ആയി, അപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് കഴിഞ്ഞു. സെക്ഷൻ കൺട്രോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാം സെപ്റ്റംബർ മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലൈവായിട്ടിരിക്കുന്നത്. ഒക്ടോബർ 14 ആ വിൻഡോയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും. അതായത് 3 നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു 2025. ഈ മാസം ഒക്ടോബർ മാസം RRB എക്സാംസിൻ്റെ ചാകരയാണ്. ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ഒക്ടോബർ നവംബർ കാലയളവിൽ NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്തവരാണ്. NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഉടനെ തന്നെ വരുന്നു. ജൂനിയർ എഞ്ചിനീയർ എക്സാം ഈ മാസം അവസാനമാകുമ്പോഴേക്കും വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 നോട്ടിഫിക്കേഷൻസ് ആണ് 2025 ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും RRB പുറത്തുവിടാനായിട്ട് പോകുന്നത്. അപ്പോൾ RRB രണ്ടും കൽപ്പിച്ചാണ് വർഷാവർഷങ്ങളിൽ പരീക്ഷ നടത്തുന്നുണ്ട്. നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്കും ഈ പറഞ്ഞ പോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിനും അല്ലെങ്കിൽ ഗ്രേഡ് 3 എക്സാമിനൊക്കെ ഒഴിവുകൾ അതിന് മാത്രം ഒരു കാര്യമായിട്ടുള്ളൊരു ഇടിവൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ NTPC ഗ്രാജുവേറ്റും NTPC അണ്ടർ ഗ്രാജുവേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് ഏകദേശം 8000-ൽ പരം ഒഴിവുകളാണ് പറയുന്നത്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഏകദേശം 2600-ഓളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. 2570 ഒരു 47ഓളം സീറ്റുകൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 2600-ൽ പരം ഒഴിവുകൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നടത്തുന്ന പരീക്ഷകളായിട്ട് പോലും ഒഴിവുകൾക്ക് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗണ്യമായിട്ടുള്ള ഒരു ഇടിവൊന്നും സംഭവിക്കുന്നില്ല. RRB അടുത്ത വർഷം എക്സാം നടത്തും. ഇനി ഓരോ വർഷം എക്സാം നടത്തുമ്പോൾ അടുത്ത വർഷമാവട്ടെ ഇനിയാവട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രായപരിധി നിങ്ങളുടെ മുന്നിൽ നിന്ന് പോവാണ്. നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങളുടെ കൺമുന്നിലൂടെ പോവാണ്. ഇപ്പോൾ പല കുട്ടികളും 2024 ഈ അധികമായിട്ട് കിട്ടിയ ഏജ് റിലാക്സേഷൻ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവർ ഈ വർഷം വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. 18 തൊട്ട് 36 വരെയായിരുന്നല്ലോ NTPC ഗ്രാജുവേറ്റിന് കഴിഞ്ഞ വർഷം, ഇത്തവണ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുമോ? RRB ഓൾറെഡി പുറത്ത് വിട്ടിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനകത്തൊന്നും നമുക്ക് ഏജ് റിലാക്സേഷൻ കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ
അവരുടെ കയ്യിൽ നിന്നും ആ എക്സാം, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം കഴിഞ്ഞ വർഷം അവർ അപ്ലൈ ചെയ്തെങ്കിൽ അവർക്ക് ആ എക്സാം അപ്ലൈ ചെയ്യാനും എഴുതാനും ഉള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയേനെ, അത് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോ മറ്റ് SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോ മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ അവസരങ്ങളോട് കൂടെ ഒന്ന് കാണുക. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തും ആയിക്കോട്ടെ, 10ാം തരം തൊട്ട് BTech വരെ യോഗ്യതയുള്ള ഏത് ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പാകത്തിന് RRB പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. RRB എല്ലാ വർഷവും വേക്കൻസീസ് നോട്ടിഫൈ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് പുറത്തുവിടുന്നുണ്ട്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളൊരു 1 ഇയർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത വർഷം ഞാൻ ഇതേപോലെ ഈ സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്ത് ജോലിയിലെത്തുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ RRB എന്ന് പറയുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സമയനഷ്ടവും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ക്ലിപ്പിംഗ് കാണിക്കാം. ഇത് എക്കണോമിക് ടൈംസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. ബേസിക്കലി എന്തിനാണ് എല്ലാവരും സർക്കാർ ജോലിയുടെ പുറകെ പോകുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേരള PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, ഒരു പരിധിവരെ സോഷ്യൽ സെക്യൂരിറ്റി, ജോബ് സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ സ്റ്റാറ്റസ് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കുന്നത്, അല്ലേ? അതിൽ ഏറ്റവും വലിയൊരു ഘടകമാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളൊരു ന്യൂസാണ്, നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഡിയർനെസ് അലവൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ എത്ര ശതമാനമാക്കി മാറ്റി? 58% മാറ്റി. എന്ന് പറഞ്ഞാൽ 7ാമത്തെ പേ കമ്മീഷൻ, 7th പേ കമ്മീഷൻ പ്രകാരം ടോട്ടൽ മിനിമം സാലറി എത്രയായിട്ട് മാറി? 28,440. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ശമ്പള സ്കെയിലാണ് 28,440 എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ DA എത്രയാണ്? 58% DA എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ശമ്പളം, ഇത് ഏറ്റവും ചുരുങ്ങിയ സാലറിയാണ് ഞാൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 30,000 മുതൽ 70,000 വേരി ചെയ്യും. നിങ്ങൾ കയറുന്ന പോസ്റ്റ് അനുസരിച്ച് ഇത്രയും സാലറി നിങ്ങൾക്ക് മാസം ലഭിക്കുന്നു, അലവൻസുകൾ വേറെ ലഭിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും RRB എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമ്മുടെ അടുത്ത് പല കുട്ടികളും പറയാറുണ്ട്, ഈ ഫ്രീ ക്ലാസ്സുകൾ കണ്ട് അതുപോലെ തന്നെ അങ്ങനെ മെറ്റീരിയൽസ് നോക്കി പഠിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് കോഴ്സ് എടുത്ത് പഠിക്കാനാണ്. നമ്മുടെ കോഴ്സൊന്നല്ല, ഏത് കോഴ്സും സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കണ്ടൻറ്റ് തരുന്ന, ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് തരുന്ന, നല്ല ടെസ്റ്റുകൾ തരുന്ന ഏത് കോഴ്സും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾ അങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറയുള്ളൂ, വേറെ ഒന്നുമല്ല. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ യൂട്യൂബിൽ നോക്കി ഫ്രീ ക്ലാസ്സുകൾ കാണുന്നു, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കൈവശം നോട്ടുകൾ എഴുതുന്നു, ആ നോട്ടുകൾ എഴുതി നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ സിലബസ് മൊത്തം കവർ ചെയ്യാതെയാണ് എക്സാമിന് പോകുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടെത്തുന്ന സമയം എത്രയാണ്? നിങ്ങളൊരു 1 ഇയർ എന്തായാലും ഒരു എക്സാമിന് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണ്. 1 ഇയർ നിങ്ങൾ മൊത്തമായിട്ടൊരു എക്സാമിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആ സമയം 1 ഇയർ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് വേറെ എന്തൊക്കെ പണികൾക്ക് പോകാം, അപ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടും. ആ വരുമാനം മുഴുവൻ വേണ്ടാന്ന് വിചാരിച്ച് ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാനായിട്ടിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1% അല്ലെങ്കിൽ അതിൻ്റെ ഒരു 5-10% ഒരു കോഴ്സിന് വരുന്ന ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോഴ്സ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത്, കൃത്യമായിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത്, കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട്, കംപ്ലീറ്റ് സിലബസ് കവറേജ് ചെയ്ത് ഒരു എക്സാമിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് എക്സാമിനെ സമീപിക്കാനും പഠിക്കാനും നോക്കുക. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് 8ാമത്തെ പേ കമ്മീഷന് വേണ്ടിയിട്ട് ഉള്ള റെക്കമെൻഡേഷൻ ഓൾറെഡി ജനുവരി മാസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8th പേ കമ്മീഷൻ വരികയാണ്, അതായത് പുതിയ ശമ്പള പരിഷ്കരണം വരികയാണ്. നമുക്ക് കേരള സർക്കാരിന് കേരള PSCയിൽ ശമ്പള പരിഷ്കരണം ഉള്ള പോലെ തന്നെ കേന്ദ്ര സർക്കാരിനും എന്തുണ്ട്? ശമ്പള പരിഷ്കരണമുണ്ട്. അപ്പോൾ 8th പേ കമ്മീഷൻ വരുന്ന സമയത്ത് പേ കമ്മീഷൻ എങ്ങനെയാണ്? റിവൈസ്ഡ് സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ബേസിക് പേയുടെ കൂടെ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യാണ് വരുന്നത്. അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇപ്പോഴത്തെ മിനിമം സാലറി, ഏറ്റവും ബേസിക് സാലറി എന്ന് പറയുന്നത് 18,000 രൂപയാണ്. ഈ 18,000 രൂപയെ താഴെ കാണുന്ന ഈ പറയുന്ന 5 ഫിറ്റ്മെൻറ്റ് ഫാക്ടറിൽ ഏത് വേണമെങ്കിലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഈ പേ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യാം. സപ്പോസ് ഇതിൻ്റെ നമുക്ക് നടുക്കഷ്ണം എടുക്കാം. 2ാമത്തെ അല്ലെങ്കിൽ 2 ഫിറ്റ്മെൻറ്റ് ഫാക്ടർ എന്നുണ്ടെങ്കിൽ പുതിയ റിവൈസ്ഡ് സാലറി എത്രയായിരിക്കും? ബേസിക് പേ ഇൻറ്റു ഫിറ്റ്മെൻറ്റ് ഫാക്ടർ എത്രയാണ്? 2 എന്ന് പറയുമ്പോൾ 36,000 രൂപ. 18,000 രൂപ ബേസിക് പേ ഉള്ളിടത്തു നിന്ന് എത്രയായിട്ട് മാറും? 36,000 രൂപയിലേക്ക് ബേസിക് പേ മാറും. എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും മിനിമം അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും ചുരുങ്ങിയ സാലറി എന്ന് പറയുന്നത് 36,000 ആണ് ബേസിക് പേ വരുന്നത്. അലവൻസ് കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40,000 രൂപ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇൻ ഹാൻഡ് സാലറി ശമ്പള പരിഷ്കരണം വന്നാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വർഷാവർഷം വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രായം കയ്യിൽ നിന്ന് പോകുന്നതിന് മുന്നേ
മറ്റ് ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നതിന് മുന്നിൽ കാണുന്ന അവസരങ്ങളെ എത്രയും പെട്ടെന്ന് അതിനകത്തുനിന്ന് ഓപ്പർച്യൂണിറ്റീസിനെ നല്ല രീതിയിൽ നല്ല യുക്തിബോധത്തോടുകൂടെ സെലക്ട് ചെയ്ത് കൃത്യമായ ഷെഡ്യൂളോടുകൂടെ പഠിച്ച് എത്രയും പെട്ടെന്ന് ജോലിയിൽ എത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കോർ അക്കാഡമിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവശം കോഴ്സുകളുണ്ട്. NTPC ലോങ് ടേം ബാച്ച്, GK മാസ്റ്റർ ബാച്ച്, സെക്ഷൻ കൺട്രോളറിന് കോഴ്സുകൾ ലൈവാണ്. JEE RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി ഡിപ്ലോമയോ BTechോ ക്വാളിഫിക്കേഷനുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, RRB എന്ന് പറയുന്നത് എന്തല്ല. RRB എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് സമയനഷ്ടമല്ല, അതൊരു സ്മാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. നിങ്ങൾ കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടെ ചിട്ടയായി ഒരു വർഷം നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യം ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ പഠിച്ചെത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലിയിൽ എത്തിപ്പെടാനായിട്ട് പറ്റും. അത് ഞാൻ പറയുന്ന വാക്കാണ്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.